പല സ്ഥലത്തുമൊക്കെയാണ് പോകുന്നതൊക്കെ, കോളേജിൽ പോകുമ്പോഴും വെള്ളത്തിനൊക്കെ മാറ്റം വരും. എസ്പെഷ്യലി നമ്മൾ കർണാടകയിലൊക്കെ പോകണമെങ്കിൽ ഹാർഡ് വാട്ടർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ 3-4 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, നിങ്ങൾക്ക് ആലം എന്ന് പറയുന്ന സാധനം വാങ്ങാൻ കിട്ടും, ഫിറ്റ്കരി എന്ന് പറയും. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ ഒരു വെള്ളാരം കല്ല് പോലത്തെ സാധനം, അതിന്റെ ബോൾസ് വാങ്ങാൻ കിട്ടും. അതിന്റെ ബോൾസ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ജസ്റ്റ് തലേദിവസം ഇട്ട് വെക്കുക. അത് ഡീക്ലോറിനേറ്റ് ചെയ്യും, ഹാർഡ് വാട്ടറിനെ ബ്രേക്ക് ചെയ്യും, സോഫ്റ്റ് വാട്ടർ ആക്കി മാറ്റും. അത് അങ്ങനെ എന്നിട്ട് ആ വെള്ളം നമുക്ക് തലയിൽ യൂസ് ചെയ്യാം. ഡെയിലി അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വാങ്ങണം, എല്ലാ ദിവസവും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ജസ്റ്റ് ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വെക്കുക. അതിലുള്ള സിട്രിക് ആസിഡും അസിറ്റിക് ആസിഡും എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഈ ക്ലോറിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഡീക്ലോറിനേഷൻ നടക്കും. അങ്ങനെ നമുക്ക് ആ ഹാർഡ് വാട്ടറിലുള്ള ക്ലോറിനും പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ആക്കാൻ പറ്റും. അതൊരു ഫാക്ടറാണ്. ഇതൊക്കെ ശരിക്കും പ്രവാസികൾ യൂഷ്വലി ചെയ്യേണ്ട കാര്യമാണ്, ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ. കാരണം അവർക്ക് മെയിനായിട്ട് പോകുന്നത് വെള്ളം കാരണമാണ്. അവരിത് ചെയ്യുന്നില്ല, ഇത് അവർക്ക് അറിയൂല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ ഒന്നും വേണ്ട, നിങ്ങൾ തലേ ദിവസം പിടിച്ച് വെള്ളം അനക്കാതെ വെച്ചാൽ മതി. അങ്ങനെയും ഒരു 60-70% അപ്പോൾ ക്ലിയർ ആവും. ഡയറക്റ്റ് ആയിട്ട് അതായത് ഒരു ഡെപ്പോസിറ്റ് സെഡിമെന്റ് ആയി കിടക്കും. കുറെയൊക്കെ ഹാർഡാണല്ലോ വാട്ടർ, അപ്പോൾ ജസ്റ്റ് അടിയിൽ പോയി കിടക്കും അതിന്റെ പാർട്ടിക്കിൾസ്. മുകളിൽ ടോപ്പ് എടുത്ത് കുടിക്കുക. പിന്നെ അതൊന്നും വേണ്ട, ഒരു 1000 രൂപ മുടക്കി നമുക്ക് 12 സ്റ്റേജ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഫിൽറ്റർ കിട്ടും. അത് നമുക്ക് ഡയറക്റ്റ് പൈപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റ്